ആ രാത്രിയിൽ തന്നെ ജി കെയെ കാണണമെന്ന് എനിക്ക് തോന്നി. ജി കെയുടെ വീട്ടിലെത്തിയ ഞാൻ അയാളോടൊപ്പം ഡോർ തുറന്നിറങ്ങിയ അലക്സാണ്ടറുടെ കണ്ണിൽപ്പെടാതെ വണ്ടിയുടെ പിറകിൽ ഒളിച്ചു. അപ്പോ മേനോജറിന്റെ മകളുമായുള്ള കല്യാണം ഉടനെ ഉണ്ടാവൂലേ? അടുത്ത ആഴ്ച തന്നെ നടത്തണമെന്നാ മേനോൻ സാറ് പറയണം. സ്റ്റാർ ലൈൻ മുഴുവൻ ജി കെയുടെ ആണെന്ന് അറിഞ്ഞാ പിന്നെ മേനോൻ വിടുവോ? അല്ലേലും നിനക്ക് മാച്ച് മേനോന്റെ മോള് തന്നെയാ. നല്ല സുന്ദരി കുട്ടിയാ മഞ്ജു. അല്ല, അപ്പൊ ഈ വാണാലിപ്പെണ്ണ് പൂജയെ നീ എങ്ങനെ ഒഴിവാക്കും? നീ എന്താ ആലോചിക്കുന്നത്? എങ്ങനെയെങ്കിലും ഒഴിവാക്കിയല്ലേ പറ്റത്തുള്ളൂ. ലോകം മുഴുവനും നിരങ്ങി നടന്ന തേവിടിച്ചാ അവളിപ്പോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കാ. അപ്പൊ രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുപറ്റി പൂജ? പറയാം, വാ അകത്തേക്ക്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറെ പേരെന്നെ ആക്രമിച്ചു. ആക്രമിച്ചെന്നോ? എവിടെ വെച്ച്? സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് വെച്ച്. ഞാൻ ജി കെ വിളിച്ചിരുന്നല്ലോ, താനെന്താ ഫോൺ എടുത്തിട്ടൊന്നും മിണ്ടാതിരുന്നത്? ഭയങ്കര മഴയായതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. എന്ത് പറ്റിയിട്ടാ മുഖത്തൊക്കെ? അവരെന്തിനും ഉപദ്രവിച്ചോ? അവരെന്തൊക്കെ ചെയ്തെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു കാണുമല്ലോ. ആട്ടെ, മേനോൻ സാറിന്റെ മകൾ മഞ്ജു നല്ല സുന്ദരിയാണോ? എന്തായാലും എന്നെ പോലെ ലോകം മുഴുവൻ നിറങ്ങിയ ഒരു തീപിടിച്ചായിരിക്കില്ല. എന്താ മോളെ ഇതൊക്കെ? നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയും? എന്നെക്കുറിച്ച് നീ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ? നീയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ കൊന്നു ഞാൻ അവനെ, തുണ്ടമായി വെട്ടിക്കൊന്നു. അവനിനി ജീവിക്കണ്ട, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എന്റെ ജീക്ക്. കൊന്നു കഴിഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നുപോയി, രക്ഷപ്പെടണമെന്ന് തോന്നി. ശരീരഭാഗങ്ങൾ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹരീന്ദ്രന്റെ വീട്ടിൽ കണ്ട വലിയ ബാഗുകൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പൂജ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഹരീന്ദ്രൻ ഈ കൊലയിൽ പങ്കുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് എന്റെ പക്കലുണ്ട്. എന്ത് തെളിവ്? ജി കെയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഹരീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ ഹരീന്ദ്രൻ അവിടെ വരുന്നത് കണ്ടവരുണ്ട്. ഇല്ലെന്ന് പൂജയ്ക്ക് പറയാമോ? ഇറങ്ങി വേണം, ഇറങ്ങി വരാൻ. എടാ തുറക്കടാ. നീ തുറക്കില്ലടാ, സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചിട്ട്. എടാ തുറക്കടാ. എനിക്ക് കമ്പനി വേണ്ട, ഒന്നും വേണ്ട. എന്നാലും നീ ചതിച്ചില്ലടാ. നീ ചതിച്ചടാ, ചതിച്ചു. നാളെ നിന്നെ ഞാൻ കാണും, അപ്പൊ നീ കരയരുത്. ഇപ്പൊ ഞാൻ പോന്നു. എന്നെ ചതിച്ചതിന് നീ അനുഭവിക്കൂടാ. എന്താടാ നോക്കിയിരിക്കുന്നു? ഓടാ.
ഹരീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ ശ്മശാനത്തിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് GKയുടെ ബോഡിയുമായി ഞാൻ പോയി. അന്ന് ആ പെരുമഴയത്ത് ആ ബാഗ് താഴെ പോയത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ പിടികൂടാൻ കഴിയുമായിരുന്നില്ല. ആരെയും ഞെട്ടിപ്പിക്കുന്ന വഞ്ചനയുടെയും അതിന്റെ പ്രതികാരത്തിന്റെയും കഥ. പക്ഷെ ഇവൾ ഈ പറയുന്ന കഥ മുഴുവൻ വിശ്വസിക്കാൻ എനിക്കാവില്ല. ചിലപ്പോൾ ഹരീന്ദ്രന് വേണ്ടി പൂജ നടത്തിയ കൊലയായിരിക്കാം, അല്ലെങ്കിൽ ഹരീന്ദ്രൻ തന്നെ ആയിരിക്കാം GKയെ കൊന്നത്. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ എൻ്റെ അറസ്റ്റും വിചാരണയും ഒരു ഉത്സവം പോലെയായിരുന്നു. പൂജ കുറ്റം സമ്മതിച്ചിട്ടും പോലീസും പൊതുജനങ്ങളും എന്നെ വെറുതെ വിട്ടില്ല. കെട്ടിച്ചമച്ച വാർത്തകളും അഭ്യൂഹങ്ങളും കൊണ്ട് നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. എൻ്റെ എല്ലാമായിരുന്ന സ്റ്റാർലൈൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സ് പൊതുജനങ്ങൾ എറിഞ്ഞു തകർത്തു. ഞാൻ വിയർപ്പും രക്തവും ചിന്തി പടുത്തുയർത്തിയ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു. മുജ്ജന്മ സുഹൃതം കൊണ്ടാവാം പോലീസ് എത്ര ശ്രമിച്ചിട്ടും വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ മൃഗീയമായൊരു കൊല നടത്തിയതിനു ശേഷം പൂജ എന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിൽ അത് കെട്ടിവെച്ച് രക്ഷപ്പെട്ട വഞ്ചകനെന്ന് മാധ്യമങ്ങൾ എന്നെ മുദ്രകുത്തി. എന്നെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നു. കുറ്റവാളിയായ ഒരു ബൂർഷയെ തകർക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് ഹരീന്ദ്രവർമ്മ. വിമാനത്തിന്റെ സീറ്റിന്റെ ഇടയിലൂടെ ഒരു സ്ത്രീയെ ഒന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ അത് സ്ത്രീ പീഡനമെന്ന് ആരോപിച്ച പാവപ്പെട്ട ശുദ്ധന്മാരായ നിഷ്കളങ്കന്മാരായ മന്ത്രിമാരെ പോലും രാജിവെപ്പിച്ച പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് സ്ത്രീ പീഡനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് നിരന്തരമായി പീഡന ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരീന്ദ്രവർമ്മയെ എന്തേ നിയമം കാണുന്നില്ല എന്നതിലാണ് എനിക്ക് അത്ഭുതം. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ പൂജയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോഴും 100 പ്രാവശ്യം തൂക്കിലേറ്റേണ്ടത് ഹരീന്ദ്രനെയാണെന്നായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും വാർത്താ മാധ്യമങ്ങളും ഒരുപോലെ ഏറ്റുപറഞ്ഞത്. പൂജ എന്ന 21-കാരിയെ തൂക്കാൻ വിധിച്ചിരിക്കുന്ന ഈ കോടതി വിധി അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി വധക്കേസിൽ നളിനി എന്ന സ്ത്രീയെ കോടതി തൂക്കാൻ വിധിച്ചിരുന്നു. അവരുടെ അപ്പീൽ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ഏതായാലും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പൂജ എന്ന പെൺകുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ഹരീന്ദ്രൻ എന്ന കോടീശ്വരൻ തന്ത്രപരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നീതിപീഠവും നിയമങ്ങളും പരാജയപ്പെടുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോ ജനം നിയമം കയ്യിലെടുത്തെന്നിരിക്കും. ചായ നോക്കി. ഹലോ, തനിക്കിപ്പോ തൃപ്തിയായില്ലേ? ആ പെണ്ണിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് താനാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അവക്കിപ്പോ തൂക്കേറി മേടിച്ചു കൊടുത്തിട്ട് താനിരുന്ന് സന്തോഷിക്കുകയാണല്ലേ? എടോ, തനിക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം തരും, കേട്ടോ?
ഹരി, ഇതിനൊക്കെ മഹാപാപം നീ എന്താണ് ചെയ്തത്? എത്ര നാളായി ഈ ദ്രോഹികൾ നിന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നു? ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന കാലവും ഇത്. മാത്രമല്ല എല്ലാ മീഡിയകളിലും ജനങ്ങൾക്കിടയിലും തൂക്കിലേറ്റേണ്ട എന്നെയാണെന്ന് എല്ലാരും പറയുന്നത്. എനിക്കാകെ പേടിയാവുന്നു മോനെ. നോക്ക്, സത്യത്തിൽ നീ വല്ല തെറ്റും ചെയ്തു മോനെ. അമ്മയ്ക്കറിയാം എന്റെ മോൻ നിരപരാധിയാണെന്ന്. പക്ഷെ ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട. ആ പുറയത്തെ ഗേറ്റിലൂടെ എന്റെ മോനോട് രക്ഷപ്പെടുക. വേഗം. ഞാൻ ഹരീന്ദ്രൻ, അപരാധി എന്ന് ജനം മുദ്രകുത്തിയ ഒരു നിഷ്കളങ്കൻ. എന്നെ ഈ അവസ്ഥയിലെത്തിച്ച മാധ്യമ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒരപേക്ഷ. എൻ്റെ ഈ അനുഭവം ഇനിയൊരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ.